ഇസ്രയേലിനെ മനുഷ്യരാശിയുടെ ശാപമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. ക്യാൻസർ ബാധിച്ച രാജ്യം എന്ന് ഇസ്രയേലിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇത് വളരെ പ്രകോപനകരമാണ് എന്നാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് പാകിസ്ഥാൻ വേദിയാവുകയാണ്. ആ വേദിയാവുന്ന സമയത്താണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. കാരണം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, ഇറാനിലേക്കുള്ള ആക്രമണം എല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിന് ഒരു ചെറിയ വിരാമം, ഒരു അർത്ഥവിരാമം വന്നിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാനിൽ നിന്ന് ഈ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവിടെ അവസാനിപ്പിക്കുകയും പകരം ഇസ്രയേൽ ഇറാനിൻ്റെ പ്രോക്സി ആയിട്ടുള്ള ഹിസ്ബുള്ളയെ ആക്രമിക്കുകയും ചെയ്തു. അതായത് ലെബനനിലാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനം ഏറ്റവും അധികം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള. അതിനെ പ്രതിരോധിക്കാനെന്ന രീതിയിലാണ് ഇസ്രായേൽ ഈ ലെബനന് നേർക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയത്. ലെബനനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ കനത്ത ബോംബ് വർഷമുണ്ടായി, മിസൈൽ ആക്രമണങ്ങളുണ്ടായി. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും അവരുടെ പ്രവർത്തകരും ഒക്കെ തന്നെ ഭീകരരും ഒക്കെ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പറയുകയാണ്, ലെബനനെ ശവപ്പറമ്പാക്കി മാറ്റിയ ഇസ്രയേൽ ഒരു ക്യാൻസർ ബാധിച്ച രാജ്യമാണ്, മനുഷ്യരാശിയുടെ ശാപമാണ് എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അത് മാത്രവുമല്ല, പാകിസ്ഥാൻ ഈ കാണിക്കുന്നത് ഡബിൾ സ്റ്റാൻഡേർഡാണ്, അതായത് ഇരട്ട നയമാണ്, അങ്ങും കൂടും ഇങ്ങും കൂടും എന്ന് പറയില്ലേ, ആ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരിക്കുന്നു. ഒരു രാജ്യം ക്യാൻസർ ബാധിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിക്കേണ്ടതാണ്. ക്യാൻസർ ബാധിച്ച ഭാഗത്തെ നമ്മൾ എന്താ ചെയ്യുന്നത്? മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവിടെ കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇസ്രയേലിനെ സമ്പൂർണ്ണമായി നശിപ്പിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഖ്വാജ ആസിഫ് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ ഒരു പ്രതിരോധ മന്ത്രിയുണ്ട്. പിച്ചും പേയും പറയുന്ന ആളാണ്, വായി തോന്നിയതാണ് അയാൾക്ക് പാട്ട്. അങ്ങനെ പാടുന്ന ഒരു ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെയും ചില വിവാദ പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഞങ്ങൾ അടിച്ചതുപോലെ ആയിരിക്കില്ല, ഇനി ഞങ്ങൾ ആക്രമിക്കുമെങ്കിൽ 200-250 കിലോമീറ്ററിലായിരിക്കില്ല, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ഡൽഹിയും മുംബൈയും അടക്കം ആക്രമിക്കുമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. എന്നിട്ട് അവിടെ കൊണ്ട് ഈ പ്രതികരണം നിർത്തിയില്ല. പ്രതികരണം നിർത്താതെ അതിനുശേഷം പിറ്റേന്നും പറഞ്ഞു കൊൽക്കത്ത വരെ ആക്രമിക്കുമെന്നാണ് ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഇന്ത്യ ആക്രമിക്കുമെന്നാണ്. അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനോട് കാണിച്ചിരിക്കുന്നത്. എന്താണ് ഖ്വാജ ആസിഫിൻ്റെ പാകിസ്ഥാൻ്റെ ഈ തരത്തിലുള്ള നിലപാടിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം ഇതരമായിട്ടുള്ള എല്ലാത്തിനോടും സ്വതവേ ഇവർക്കുള്ള ഒരു വെറുപ്പുണ്ട്. എല്ലാം നശിക്കണം, ഇസ്ലാം അല്ലാത്തതെല്ലാം നശിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നശിക്കണം, അതുപോലെ തന്നെ ഇസ്രായേൽ നശിക്കണം തുടങ്ങിയ ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പട്ടിയാണ്, അമേരിക്ക വളർത്തുന്ന പട്ടി. പക്ഷെ ആ പട്ടിക്ക് പോലും സ്വന്തം യജമാനായ അമേരിക്ക കൂടി തകർന്നു കാണണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അവർ ചങ്ങാത്തം കൂടുന്നത് ചൈനയോടാണ്. പക്ഷെ ചൈന ഇല്ലാതായി തീരണമെന്നുള്ള ആഗ്രഹം പാകിസ്ഥാനുണ്ട്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊന്നും ഇസ്ലാമിക രാജ്യങ്ങളല്ല, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. കാരണം ഉയ്ഗർ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളടക്കം ചൈനയിലുണ്ട്. അവിടെ മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയാണ്. ഖുറാൻ എന്ന് പറയുന്നത് 4-1 ചൈനയിൽ ലഭ്യമാകുക. കാരണം അതിലുള്ള വയലൻസും അപരവിദ്വേഷവും ഏകമതവാദവും ഒക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഖുറാൻ അവിടെ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഖുറാൻ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരു ഖുറാൻ അവിടെ കൊണ്ടുപോകാനോ പ്രചരിപ്പിക്കാനോ വായിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് ചൈനയിലെ നിയമം. അങ്ങനെയുള്ള ചൈനയിൽ ഇസ്ലാമിന് ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ചൈനയോട് വലിയ വിദ്വേഷം അവർക്കുണ്ട്. അവർ ശരിക്കും അത് നേരിട്ട് പ്രകടിപ്പിക്കുന്നില്ല. നിലവിലെ രാഷ്ട്രീയമായിട്ടുള്ള പല കാരണങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ ശത്രു തന്നെയാണ് ചൈനയും, അതുപോലെ തന്നെ അമേരിക്കയും. ഏതൊരു മുസ്ലിം ഇതര രാജ്യവും പാകിസ്ഥാൻ്റെ ശത്രുവാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ നശിപ്പിക്കും, ഇന്ത്യയെ ആക്രമിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ്റെ ഒരു നീക്കമെങ്കിലും നടത്തിയാൽ പാകിസ്ഥാൻ തുണ്ടമാകും എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ പോലും അവരുടെ വിമാനത്താവളങ്ങൾ, അതായത് എയർഫോഴ്സിൻ്റെ വിമാനത്താവളങ്ങൾ ഇന്നും വലിയ ഗർത്തങ്ങളായി തുടരുകയാണ് ബ്രഹ്മോസ് പതിച്ചതിന് ശേഷം.
അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയുടെ ആക്രമണത്തെ പോലും നേരിടാൻ കഴിയാത്ത രാജ്യം പറയുകയാണ്, വെറുതെ വീമ്പ് പറയുകയാണ്, ഇന്ത്യയെ ആക്രമിക്കും, ഇന്ത്യയുടെ പ്രധാന നഗരങ്ങൾ ആക്രമിക്കും, കൊൽക്കത്ത വരെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് കൊൽക്കത്ത വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇന്ത്യ നശിപ്പിക്കണമല്ലോ, അതിന് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുപോലെ തന്നെ പറഞ്ഞു ഈ ഖ്വാജ ആസിഫ് എന്താ പറഞ്ഞതെന്നറിയാമോ, RSSൻ്റെ ആസ്ഥാനം ആക്രമിക്കും, RSSൻ്റെ ക്യാമ്പുകൾ ആക്രമിക്കും എന്നാണ് പറഞ്ഞത്. RSSൻ്റെ ക്യാമ്പുകളിൽ പോയിട്ട് ഒരു RSS പ്രവർത്തകൻ്റെ രോമത്തിൽ പോലും തൊടാനായിട്ട് ഈ പാകിസ്ഥാന് കഴിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള നിരന്തരമായിട്ടുള്ള അവർക്കുള്ള വിദ്വേഷം അതിങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേലിനെതിരെ പറഞ്ഞിരിക്കുന്നതിന് കാരണം ലബനനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു വന്നു. എവിടെ ഒരു തീവ്രവാദിയെ കൊന്നാലും ശരി തന്നെ പാകിസ്ഥാൻ അത് നോവും. കാരണം ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. കാരണം ഇസ്ലാമിക് ബ്രദർഹുഡ് ലോകത്തുള്ള അടുത്ത് കിടക്കുന്ന ഈ അന്യമതത്തിൽപ്പെട്ട ആളല്ല, അത് അകലെയുള്ള ഇസ്ലാമാണ് തൻ്റെ സുഹൃത്ത്, ഒരു മുസ്ലിം മാത്രമാണ് തൻ്റെ സുഹൃത്ത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമായുള്ളത്. അതാണ് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാകിസ്ഥാൻ്റെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെമായി ഇസ്രയേൽ നശിച്ചു കാണാൻ തന്നെയാണ് പാകിസ്ഥാൻ്റെ ആഗ്രഹം. അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ വായിൽ നിന്ന് വെളിയിലേക്ക് വന്നത്. ഇതിനെ ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്, അതിനെതിരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ഇസ്രയേൽ എന്ന് പറയുന്നത്. ഇസ്രയേൽ നിരപരാധികളായ പൗരന്മാരെ കൊന്നൊടുക്കുകയാണ്. ആദ്യം ഗാസ, പിന്നെ ഇറാൻ, ഇപ്പോൾ ലെബനൻ. രക്തച്ചൊരിച്ചിൽ തടസ്സമില്ലാതെ തുടരുന്നു. ഈ ക്യാൻസർ ബാധിച്ച രാജ്യം സൃഷ്ടിച്ചവർ നരകത്തിൽ പോകട്ടെ എന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. ശക്തമായിട്ടുള്ള പ്രതികരണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഞങ്ങളെ നശിപ്പിക്കാനായി പ്രതിജ്ഞ എടുത്തവരെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് അതായത് ഇസ്രായേലിൻ്റെ വക്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്യാൻസർ എന്ന് വിളിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നാശത്തിനായിട്ടുള്ള ആഹ്വാനമാണെന്നും തങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഭീകരവാദികളെ ഇസ്രായേൽ പ്രതിരോധിക്കുമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് പറയുന്നതെന്ന് വിലയിരുത്താം. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഒരു തീവ്രവാദ സ്വഭാവമുണ്ടല്ലോ, അതാണ് വെളിയിലേക്ക് വരുന്നത്. ഈ ക്യാൻസറാണ് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇറാൻ മുമ്പ് പറഞ്ഞതുകൂടി ഓർക്കണം. സമ്പൂർണ്ണ നാശം, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ 2047 സമ്പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പലസ്തീൻ സ്ക്വയറൊക്കെ ഈ പറയുന്ന ഇറാൻ അവരുടെ രാജ്യത്തിൻ്റെ ടെഹ്റാൻ എന്ന് പറയുന്ന തലസ്ഥാനത്തിൽ സ്ഥാപിച്ചിരുന്നു. അതൊക്കെ ഇസ്രായേൽ അടിച്ചു പൊളിച്ച് കളഞ്ഞിരുന്നു, മിസൈൽ അയച്ച് തകർത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ നാശത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഭീകരരാണ് പാകിസ്ഥാനും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ. ഇസ്രായേലിനെ നശിപ്പിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഇത് ഇസ്രായേൽ മാത്രം ഒതുങ്ങില്ല. ഇന്ന് ഇസ്രായേലാണെങ്കിൽ നാളെ അത് ഇന്ത്യ ആയിരിക്കും, അതിനുശേഷം ചൈനയായിരിക്കും, അതിനുശേഷം ഏതൊരു ഇസ്ലാമികതര രാജ്യമുണ്ടോ ആ രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു നയത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് ആഗോള ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു അംശമാണ് ഖ്വാജ ആസിഫിൽ നിന്ന് വെളിയിലേക്ക് വന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഊർജ്ജമായിട്ട് മാറുന്നത്. ആ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. നിങ്ങൾ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യ ലൈവിൻ്റെ മറ്റൊരു ചാനലായിട്ടുള്ള C4N എന്ന് പറയും, C4N, 4 C കഴിഞ്ഞിട്ട് 4 എന്ന അക്കത്തിലാണുള്ളത്, അത് കഴിഞ്ഞിട്ട് N എന്ന് പറയുന്ന ചാനൽ ക്രെഡിബിൾ ഫോർ നേഷൻ എന്നുള്ളതാണ്, ക്രെഡിബിൾ ഫോർ ന്യൂസ് എന്നൊക്കെ അതിൻ്റെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനലുകൾ രണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.